സുഹൃത്തുക്കളെ ഇത് കണ്ടോ, ഇതേ മൾച്ചിങ് ഷീറ്റ് ചെയ്യാനായിട്ട് വലിയ കാര്യമൊന്നുമില്ല. കണ്ടോ, അതാണ് ഇത് എടുക്കുന്നത് കണ്ട. ഇതേമാതിരി നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരെണ്ണം പോലും എലി എടുക്കത്തില്ല. കണ്ടോ, 100% വിളവ് കിട്ടും. നമ്മൾ ഈ പ്രാവശ്യം ഇങ്ങനെ പുതിയ രീതിയിൽ ചെയ്തതാണ്. പക്ഷെ നമുക്ക് ഒരെണ്ണം പോലും എലി എടുത്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഇതേമാതിരി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 100% വിളവ് കപ്പ കൃഷിയിൽ കിട്ടും. നിറഞ്ഞ വിളവാണ് കണ്ടാ, ഒരെണ്ണം പോലും കുഴപ്പമില്ല, ഒരെണ്ണം പോലും എലി എടുത്തിട്ടില്ല. കണ്ട, വളരെ സിമ്പിളായിട്ട് കൃഷി ചെയ്യാവുന്ന പരിപാടിയാണ്. ഒരെണ്ണം എലി എടുക്കത്തില്ല, നല്ല കപ്പ കിട്ടും. ഈ ഷീറ്റ് നമുക്ക് ഇതേമാതിരി കട്ട് ചെയ്ത് കണ്ട, ഇതേമാതിരി കട്ട് ചെയ്തിട്ട് എന്നതേ ഇതേ നമുക്ക് കണ്ടതേ ഇതേമാതിരി നമ്മൾ ഇങ്ങനെ എടുത്താൽ മതി. നമുക്ക് ഈ ഷീറ്റ് അടുത്ത വർഷം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അടുത്ത കൃഷിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഷീറ്റ് നഷ്ടം വരത്തില്ല, നല്ല വിളവും കിട്ടും, എലി എടുക്കത്തുമില്ല. അപ്പൊ അതാണ് ഇതുകൊണ്ടുള്ള ഗുണം. എന്താ വെട്ടിക്കോ. അങ്ങനെയല്ല പൊക്കേണ്ടത്. നമ്മൾ പിടിക്കുമ്പോഴേ ഈ ഷീറ്റ് പിടിക്കുമ്പോൾ ഷീറ്റ് പൊക്കേണ്ട രീതി എന്ന് വെച്ചാൽ ഇതിങ്ങനെ രണ്ട് സൈഡ് ഇങ്ങനെ എടുത്തിട്ട് പൊക്കണം. ഉണ്ടാ സൈഡ് ഒന്ന് പിടിച്ചാൽ പതുക്കെ എടുത്തത് സൈഡ്. ഉണ്ടാ സെന്റർ പിടിച്ചിങ്ങനെ പോയി കഴിഞ്ഞാൽ ഷീറ്റ് കീറി പോകത്തില്ല. അതെ, പതുക്കെ ഇങ്ങനെ എടുത്തു കൊടുത്താൽ മതി. നമുക്ക് അടുത്ത വർഷം ഈ ഷീറ്റ് ഉപയോഗിക്കാം, അതായത് അടുത്ത കൃഷിക്ക്. എന്തേറ്റി? അയ്യോ, ഇത് സംഭവം കൊള്ളാല്ല. ആ അടിപൊളി സാധനം. ഇത് കണ്ടാ എത്ര കിലോയാണ്? കണ്ടാ എടുത്ത് അവനെ നല്ലപോലെ എടുത്തു കണ്ടാ, അടിപൊളി സാധന. കണ്ടാ വമ്പനുണ്ട്.
കണ്ടാ. ഇനി ഇത് ഒന്ന് ഈ വരമ്പൊന്ന് ഫ്രഷ് ചെയ്തിട്ട് അടുത്ത കൃഷി നമുക്ക് ഉടനെ ആരംഭിക്കാവുന്നതാണ്. ഈ ഷീറ്റ് പിന്നെ ഈ വാട്ടറിംഗ് പൈപ്പ് മാറ്റേണ്ട കാര്യമില്ല. കുറച്ച് ഫ്രഷ് ചെയ്ത് ഈ വരമ്പൊന്ന് നമുക്ക് കുറച്ച് വളം കൂടി ഇട്ട് ഫ്രഷ് ചെയ്ത് പെട്ടെന്ന് അടുത്ത കൃഷി നമുക്ക് ആരംഭിക്കാം. ഇപ്പൊ വിളവെടുപ്പിന്റെ ഏതാണ്ടായിട്ടുണ്ട്. നമുക്കിത് ചാക്കിനകത്താക്കണം. നമ്മൾ എലിയെ തോപ്പിച്ച് ഇല്ലത്തിന് തീ വെച്ചിട്ടില്ല കേട്ടാ. എലിയെ തോപ്പിച്ചുകൊണ്ട് നമ്മൾ മൾച്ചിങ് ഷീറ്റിൽ ചെയ്ത കൃഷിയാണ് കേട്ടാ. ഒരെണ്ണം പോലും എലി എടുത്തിട്ടില്ല കേട്ടാ. സൂപ്പർ കൃഷി. എന്നെ ഇങ്ങനെ ഒരു കൃഷി രീതിയിലേക്ക് പ്രേരിപ്പിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കപ്പ നട്ടു. കപ്പ നട്ടിട്ട് എനിക്ക് ധാരാളം കപ്പകൾ എലി തിന്നു നശിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പുതിയൊരു രീതിയിലേക്ക് മാറണം എന്ന് ഞാൻ തീരുമാനിച്ച് ഇതേമാതിരി ഒരു കൃഷിയിലേക്ക് നീങ്ങിയത്. അതെനിക്കിപ്പോൾ 100% വിജയമാണ്. സാധാരണ കപ്പ കൃഷി മൾച്ചിങ് ഷീറ്റിൽ ചെയ്തു കഴിഞ്ഞാൽ കമ്പ് ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് കൊണ്ട് അതിന് വിജയസാധ്യത കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ എനിക്കിപ്പോൾ ബോധ്യമായി, ഈ കൃഷി കഴിഞ്ഞപ്പോൾ തന്നെ ആ ഷീറ്റ് എടുത്ത് അടുത്തൊരു കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ ഒരു ഗുണം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയ ഗുണമെന്ന് വെച്ചാൽ ഈ സമയത്ത് പൊതുവെ കപ്പ കൃഷി എല്ലാവർക്കും കുറവാണ്. അപ്പോൾ എൻ്റെ കൃഷി വിളഞ്ഞ സമയത്ത് തന്നെ കടയിൽ അന്വേഷിച്ചപ്പോൾ അപ്പോൾ തന്നെ അവരെടുത്തുകൊണ്ട് പൈസ തരികയും എനിക്ക് വളരെ ലാഭകരമായിട്ട് തന്നെ അത് വിൽപ്പന നടത്താൻ കഴിഞ്ഞെന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ഗുണം. പിന്നെ മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ആ കമ്പ് തന്നെ ഞാൻ മുറിച്ച് പുതിയ കൃഷി തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് തന്നെ ആ കമ്പെടുത്ത് മുറിച്ച് ഇന്ന് തന്നെ ഇട്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കപ്പ കൃഷിയും ചെയ്താൽ 100% നമ്മൾക്ക് വിജയമാണെന്നുള്ളത് ഇപ്പോൾ എനിക്ക് ബോധ്യമായി. നിങ്ങൾക്കും കണ്ടു മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ കൃഷി രീതികളുമായിട്ട് നമുക്കിനിയും കാണാം. സുഹൃത്തുക്കളെ, കണ്ടല്ലോ എലിയെ തോപ്പിച്ച് ചെയ്ത കപ്പ കൃഷി 100% വിജയമാണെന്ന്. അപ്പൊ നിങ്ങളും ചെയ്തു നോക്ക്. ഇതേപോലെ മൾച്ചിങ് ഷീറ്റിൽ പ്രിസിഷൻ ഫാമിംഗ് ചെയ്തു നോക്ക്. 100% വിജയമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് പുതിയ പുതിയ വിശേഷങ്ങളുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.